ഹലോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ഈ ഫുട്ബോൾ അഥവാ പെസ്സിനകത്താണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ 30 കോയിനേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ഒരു ക്യാരക്ടറിനെ മേടിച്ചായിരുന്നു, ഒരു 100 കോയിന്. അപ്പോഴത്തേന് ആ 100 കോയിൻ്റെ സ്പിൻ അടിച്ച് എനിക്ക് ആകെ കിട്ടിയെന്ന് ഞാൻ മറന്നു പോയി. അതായത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇനി മുതൽ ഞാൻ മിക്കവാറും ഈ ഫുട്ബോളായിരിക്കും. എൻ്റെ നീ പോയെങ്കിൽ വല്ലവേ ഈ കിട്ട ഇതിൻ്റെ വീഡിയോ ഒക്കെ നിൽക്കത്തുള്ളൂ. അതായത് നമ്മൾ ഇന്ന് ചെക്ക് ദി ലിസ്റ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് എങ്ങനെയെന്നല്ല ഈ കളിക്കുന്നൊരു വീഡിയോ എന്തുണ്ടാക്കാമെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഏതായാലും ഇപ്പം ഈ കളിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലേ ഇപ്പം നമുക്ക് മാച്ച് ഏത് വേണം, PvP ആണോ അതോ AI ആണോ? ആദ്യം AI കളിക്കാം. PvP ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന എൻ്റെ കൺട്രി എന്ന് പറഞ്ഞാൽ റീജിയനും അതും ഇതൊക്കെ ഇന്ത്യനെ, അല്ല എൻ്റെ ടീം കൺട്രിയാണ് ഞാൻ അർജൻറ്റീന എടുക്കുന്നത് കേട്ടോ. ഞാൻ അർജൻറ്റീനയിലത്തെ ആളാണെന്ന് വിചാരിക്കല്ലേ, ഞാൻ അർജൻറ്റീന ഫാനാണ്. നിങ്ങളൊരു അർജൻറ്റീന ഫാനാണ് എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അഥവാ ഇപ്പം റൊണാൾഡോ ഫാനാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോ സ്പെയിനിൻ്റെ ആണ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് 3 ആണ് എങ്കിൽ എല്ലാം ചെയ്യാം. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അതിലിപ്പോൾ നമുക്ക് കള്ളിലോട്ടിറങ്ങാം. നിങ്ങൾക്കായിട്ട് ഞാൻ ഇനി ഇൻട്രോ എല്ലാം കാണിച്ചു തരാം. ഇൻട്രോ അത് ഇത് നോക്കാം. അതാണ്ട് മെസ്സിയാണ് ഇപ്പം ഞാൻ. ഇവന്മാർ ഭയങ്കര പാസടി കേട്ടോ. അല്ല പിന്നെ ഈനല്ലേ ഞാൻ കളിക്കാൻ ഇറങ്ങിയേക്കുന്നേ. മച്ചാനെ അയ്യോ, നിങ്ങൾക്ക് ആ പാസ് അടിക്കുന്ന ഇതറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലപ്പിൽ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതുപോലെ പൊക്കി പാസ് അടിക്കുന്ന എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ സ്കില്ലപ്പ് അറിയാത്തവർക്ക് ഇതിനകത്ത് സ്കില്ലപ്പ് അറിയാത്തതായിട്ട് ഈ കളിക്കുന്ന ആരും ഉണ്ടായിരിക്കത്തില്ല. കാരണം സ്കില്ലപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു ആദ്യം എഴുതുന്ന ട്യൂട്ടോറിയലിനകത്ത് തന്നെ സ്കില്ലപ്പ് കാണിക്കുന്നതാണ്. അത് കാരണം എല്ലാവർക്കും തന്നെ സ്കില്ലപ്പ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. പോടാ, പാസ് മാറിപ്പോയി. ഇതിനകത്ത് പെട്ടെന്ന് ഈ ആൾ മാറുന്ന പ്രശ്നം. അയ്യോ അയ്യോ മോയ്സസ് കേൾക്കടോ. മെസ്സി അടിച്ച് ഒരു ഗോള് കയറിയില്ലേ. ആദ്യം ഗോൾ അടിച്ചെന്ന് പറഞ്ഞു. അയ്യോ എതിർ ടീം എടുത്തടാ. ഞാൻ പന്നപ്പരിപാടിയാ. എന്നിട്ട് റെഫറി എന്ത് പണ്ടാരോ കാണിക്കുന്നേ. ഈ പണ്ടാരം അവൻ എന്നാത്തിനാണ് അതിൻ്റെ അടയ്ക്ക് ഫ്രണ്ടിലോട്ട് പോയേ. ഇല്ലാന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഇവൻ തന്നെയാണെന്നാവുന്നേ. ഇവനല്ല, കാരണം ഇവൻ തന്നെ ആയിരിക്കാം, എനിക്കറിയൂല. എന്താ ഗോളി പിടിച്ചെറിഞ്ഞ ഒന്നും നോക്കാതെ അത് നേരെ അവൻ്റെ കിട്ടി. ഞാൻ അങ്ങോട്ട് ഷൂട്ടടിച്ച് ഗോൾ കയറി. പോടാ.
അല്ല പിന്നെ മെസ്സിയുടെ സുമ്മാവാ. മെസ്സിനെ തൊട്ട് കളിക്കുമ്പോൾ ഒന്ന് ആളറിഞ്ഞ് തെറ്റിപ്പോയി. ആളറിഞ്ഞ് മെസ്സിനെ തൊട്ട് കളിക്കുമ്പോൾ ആളറിഞ്ഞ് വേണം. ഓക്കെ അത്രേ. ഇനി പറഞ്ഞ പാളി പോയാൻ എനിക്ക് വയ്യ. അല്ല നമ്മൾ നിങ്ങളുടെ ഈ ഫുട്ബോൾ കളിക്കുന്നവരോടാണ് ഇപ്പം ഞാൻ പറയുന്നത്. നിങ്ങളെ എത്ര കോയിനും എത്ര ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ, 30 കോയിനും 50,000-70,000 GB ഉണ്ടായിരുന്നു. ഏതായാലും സ്കില്ലപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ AI കാറ്റഗറി കഴിയുമ്പം ഞാൻ കാണിച്ചു തരാം. ആ മാപ്പിൻ്റെ അവിടെ ആയിട്ട് എന്തോ ഒരു ചുമന്ന സാധനം വന്ന് കിടക്കുന്നത്. എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തോ നോക്കട്ടെ. എൻ്റെ കൈ തട്ടിപ്പോയി. എന്തെങ്കിലും ആട്ടെ. ഇവനെ വളഞ്ഞോ മക്കളെ. നേരത്തെ കളിയിലല്ലോ ആ ഭാഗത്തിരിക്കുന്ന ഒരു കഴിഞ്ഞോട്ടെ. അതാണ് ഞാൻ അവനെ ഗോളി ഇച്ചിരി പ്രോ ആട്ടോ. വെറുതെ അല്ല ഗോളില്ല, അത്രയ്ക്കും സേവ് ആയ. റെസ്പെക്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആ റീപ്ലേ ഏതായാലും എൻ്റെ കൈ കട്ടിയൊന്ന് പോയാട്ടോ, നിങ്ങൾ ഒന്നും വിചാരിക്കല്ലേ. അയ്യോ വേടാല്ല. ഭയങ്കര സന്തോഷിച്ച് വരുമ്പോഴായിരിക്കും ഇവന്മാരെല്ലാം കളയുന്നത്. പോയില്ല. ഒരൊറ്റ ലോങ് പാസ് അത് ഹെഡ് അടിച്ച് അപ്പുറത്തെ ടീമാരെടുത്തടാ. ഇന്നു നൈസ് ഗോളി. ഫ്രാങ്ക് റിജാർഡ്. ഇത് മെസ്സി അല്ലേ? അത് മെസ്സി. സുഹൈദ് സാൻഡ്രി ടീമിൻ്റെ ക്യാപ്റ്റൻ ആണെന്ന് തോന്നുന്നു. സുഹൈദ് സാൻഡ്രി എന്തെങ്കിലും ആട്ടെ. സ്വിച്ച് ഞാൻ എതിർ ടീമാണെന്ന് വിചാരിച്ചിരിക്കും ഇപ്പം. മെസ്സിയുടെ കുടുക്കുമ്പോഴേ നിനക്കൊക്കെ മേടിക്കാവുള്ളൂ പണ്ടാരെ. ഡി അലക്സാണ്ടർ രണ്ടാമത്തെ മെസ്സി. കിട്ടി പാസ്. ഇവന്മാരുടെ ഒക്കെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവും. അവന്മാർ ഹെഡ് അടിച്ച് ഒരൊറ്റ പാസും കൊടുക്കും. മെസ്സി. ഇനി ഞാൻ ആർക്കും പാസ് കൊടുക്കത്തില്ല. കണ്ടോ, ചിലപ്പോൾ എല്ലാം ഒരു അത്യാവശ്യ സാഹചര്യം വന്നാൽ പാസ് കൊടുക്കും. ഇന്ന് എനിക്ക് മെസ്സിനെ വെച്ച് തന്നെ ഒരു ഗോൾ അടിക്കണം. എൻ്റെ വാശിയാ. സെൽഫ് ഗോൾ. എനിക്ക് മെസ്സിനെ വെച്ച് ഗോൾ അടിക്കണമെന്ന് പറയുമ്പം സെൽഫ് ഗോൾ. എന്താവസ്ഥയാലേ. മേസിയാണ് മേസി. അയ്യോ മേസി ഓടിപ്പോയി. കിട്ടി. ഓടറാ. അവന്മാരെക്കാളും സ്പീഡ് നിനക്കാണ് ഫ്രാങ്ക് റിജാർഡ്. ഏറ്റവും അവസാനത്തെ 90. ഇനി 2 സെക്കൻഡും കൂടി ഉള്ളോ. കണ്ട ഇതാണ് ഞാൻ ആ സൈഡ് വളയാൻ നേരത്താണ്. ഏതിലും കളി തന്നു. ഇനി ഞാൻ സ്കില്ലപ്പ് എന്താണെന്ന് കാണിച്ചു തരാം.
കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഓൺലൈൻ പ്ലേയേഴ്സായിട്ട് കളിക്കാം. എന്തെങ്കിലും ആവട്ടെ. നെക്സ്റ്റ് കോയിൻ കിട്ടി. ഇനി ഇതിന്ന് ആരെ എടുക്കണം എന്ന് ആദ്യം നിൽക്കുന്നതിന് രണ്ടാമത്തെ ബി, മൂന്നാമത്തെ സി. നിങ്ങൾ ഏത് എടുക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. അവതാർ ഐക്കൺ ഓഫ് നോട്ട് ഇനഫ് മൂവ്സ്. ഞാൻ ഡിവിഷൻ 9 ആയി എന്നാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ പോയി ആ കോയിനൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. ഇനി ഞാൻ മറ്റേ സ്കില്ലപ്പ് കാണിച്ചു തരാം. അക്കാഡമി ഇതാണ് സ്കില്ലപ്പ്. ഞാൻ 5-ാമത്തോളം ചെയ്തതാണ്. ഈ 3-ാമത്തെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ 50 ഫുട്ബോൾ കോയിൻസ് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഈ 5-ാമത്തെ ചെയ്യുകയാണ്. ഇനി ഒരു കുറേ നേരം ലോഡിങ് നിൽക്കും. അതാ പ്രശ്നം. ഈ എന്നാണെന്ന് മറന്നുപോയി. ഈ എന്താണെന്ന് ചോദിച്ചാൽ ഈ നീലമുള്ള ഏരിയയിൽ കയറി ഒരു പാസ് അടിക്കുക, ഒരു ലോങ് പാസ്. പിന്നെ അത് മറ്റുള്ള ആ ടീമിൻ്റെയിലൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു ഷൂട്ട് അടിക്കുക. ഒരു ഇതും കൂടിയുണ്ട് ആ സൈഡിൽ ഇത് കളിച്ചാണ്. പക്ഷെ നീല എത്താതെ ചെയ്യുക, പിന്നെ പണിയാം. ലൂസ് ബോൾ. എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഈ സ്കില്ലപ്പ് എത്രാമത്തെ ലെവലായി എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഷൂട്ട് പോടാ. വീണ്ടും ഈ ലോഡിങ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. റെഡി. പോയടാ. വീണ്ടും ഈ പണ്ടാലും എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അവന്മാരെന്തൊക്കെയോ ഇൻസ്ട്രക്ഷനും അയക്കും എന്നാണ്ട് വന്ന കേട്ടോ. നമ്മക്ക് അയക്കുമൊക്കെ ഹയ്യ. അങ്ങനെ 5-ാമത്തെ ചലഞ്ച് കംപ്ലീറ്റ്. ഇനി 6-ാമത്തെ എന്താണ്? ഞാൻ ഇനി 6-ാമത്തെ എടുക്കുന്നില്ല. എന്താ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോയി ക്ലൈം ചെയ്യാം. എന്താണ്? ഓക്കെ അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ അവസാനിപ്പിക്കാം. അപ്പം